എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര ഒരു വിൻഡി ഡേ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് പുറത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതായത് ഈ 2025 ക്വാർട്ടർ ആയപ്പോഴത്തേക്കും കാനഡയിലേക്ക് വലിയ ഒരു നമ്പർ ടെമ്പററി റെസിഡൻസ് അപ്രൂവ് ആയിട്ടുണ്ട്. അതായത് 834,010 അത്രയും ആൾക്കാരെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇത്, ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ആൾക്കാർ 834,010 ആൾക്കാരെ ടെമ്പററി റെസിഡൻസി ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ ഇതിനിടയിലും സ്ട്രിക്റ്റ് റൂൾസ് ബാക്കിൽ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പ് കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രത്തോളം ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന സമയത്ത് കൂടിയും ഇവിടുന്ന് കുറേ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ഇമിഗ്രേഷൻ പോളിസീസ് ഉള്ള, അതായത് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നേക്കണം എന്നുള്ള കാര്യങ്ങൾ, ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 834,010 ടെമ്പററി റെസിഡൻസിന് അപ്രൂവൽ ഇൻ Q1 2025, അതായത് ഈ ജാനുവരി ടു മാർച്ചിൽ IRCC അപ്രൂവൽ ആയിട്ടുള്ള സ്റ്റഡി വിസ, വർക്ക് പെർമിറ്റ് ആൻഡ് വിസിറ്റർ വിസ, ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡ് നമ്പറാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ സ്റ്റഡി പെർമിറ്റ് ആണ്. സ്റ്റഡി പെർമിറ്റിന്റെ കാറ്റഗറിയിൽ 96,015 ആണ്. അത്രയും ആൾക്കാരെയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. വർക്ക് പെർമിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 186,855 ആണ് അപ്രൂവൽ ആയിട്ടുള്ളത്. പിന്നെ വിസിറ്റർ വിസയുടെ കാര്യമാണെങ്കിലും 273,990. ഇത്രത്തോളം നമ്പേഴ്സ് ആണ് ഈ ഒരു ജാനുവരി മുതൽ മാർച്ച് വരെ 2025 ഈ ഒരു ക്വാർട്ടറിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇത്രയും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1.3 മില്യൺ ആപ്ലിക്കേഷൻസ് ആണ് കൊടുത്തത്. ഇതിനകത്ത് ഒരുപാട് സ്ക്രൂട്ടണികൾ നടത്തിയിട്ടുണ്ട്. അതായത് സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇത്രയും ആൾക്കാർക്ക് അപ്രൂവൽ കിട്ടിയത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഒന്നും അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് ഒക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇത്രയും ആൾക്കാരെ ഇൻവിറ്റേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് കൺട്രീസ് ആണ്. ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 382,000 ആണ് ഇന്ത്യൻ ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ തന്നെ നൈജീരിയ ഉണ്ട്, ചൈനയുണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഈ ഉക്രൈൻ അങ്ങനെയുള്ള ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തു നിന്നും ആൾക്കാരെ ഇവിടെ റെഫ്യൂജീസ് വിസ ഒക്കെ കൊടുത്തിട്ട് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ ജീവന് ഭീഷണി ആയതുകൊണ്ടിട്ട് ഇവിടെ അവർക്ക് സേഫ്റ്റി ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിസ പ്രോസസ്സ് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാരെ അവിടെ ഉക്രൈൻ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ, പാലസ്തീൻ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇൻവിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെമ്പററി റെസിഡൻസ്, അതായത് 2025-2027 ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തമുള്ള കനേഡിയൻ പോപ്പുലേഷൻ്റെ 5% ആക്കുക എന്നുള്ളതാണ് ടെമ്പററി റെസിഡൻസ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെമ്പററി റെസിഡൻസിന്റെ നമ്പർ ടോട്ടൽ പോപ്പുലേഷനെക്കാളും ഹയർ ആണ്. അപ്പോൾ ആ ഒരു ടെമ്പററി റെസിഡൻസിന്റെ പോപ്പുലേഷൻ കുറച്ചിട്ട്, അത് 5%, ടോട്ടൽ പോപ്പുലേഷന്റെ 5% ചുരുക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് ഇവർ ഈ റൂൾസും റെഗുലേഷൻസും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-27 ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ക്യാപ്പ് ആണ്. സ്റ്റഡി പെർമിറ്റിന് ക്യാപ്പ് ഇടുക, പിന്നെ വർക്ക് പെർമിറ്റിന്റെ റെസ്ട്രിക്ഷൻസ് അതേമാതിരി തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് PGWP റൂൾസ് ആണ്. കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡ് ഇല്ലാതെ വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലി അപ്ലൈ ചെയ്യാമായിരുന്നു. പിന്നെ നമുക്ക് PR-ന് കുറേ സെക്ഷനിൽ വെക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി പ്രോപ്പർ ആയിരിക്കണം. പിന്നെ PR കുറേ കാറ്റഗറി എടുത്ത് മാറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള PGWP റെസ്ട്രിക്ഷൻസ് 2025-2027 വരെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്ത് ഫീൽഡൊക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ജോബ് കിട്ടണം എന്ന ഉള്ള ഒരു എയിം വെച്ചിട്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ, പുതിയ നിയമങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയിലും ഒരുപാട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വർക്ക് പെർമിറ്റിനാണെങ്കിലും ബാക്കിയുള്ള അപ്രൂവലിനാണെങ്കിലും എക്സ്റ്റൻഷൻ ആണെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെയിറ്റ് ചെയ്യുന്ന സമയം കൂടി അവർക്ക് ഈ ലോസ് ആവണം, വേറെ ജോലികൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക്
ഇടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് അവർ ബാക്കിയുള്ള നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വർക്ക് പെർമിറ്റിന്റെ എക്സ്പയറി കഴിയുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് അവരവരുടെ ഹോം കൺട്രിയിലേക്ക് പോകേണ്ട സിറ്റുവേഷൻസ് ആൾക്കാരെ വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടുന്ന് കുറേ ആൾക്കാർ ഡീപ്പോർട്ടേഷൻ അതായത് വാലിഡിറ്റി അതായത് അവരുടെ പെർമിറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് ഹോം കൺട്രിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നത്. കാരണം എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ താഴെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെ അത് മെൻഷൻ ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.